1987 സിനിമയിലേക്ക് വന്ന ഞാൻ പിന്നീട് ഒരുപാട് സിനിമകൾ, വളരെ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ഒരുപാട് സിനിമകളിൽ അവതരിപ്പിച്ചു. അതിനുശേഷം ഒരു സിനിമയുടെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൺ ഓഫ് ദി സെൻട്രൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ ഒരു പ്രാധാന്യമുള്ള വേഷം എനിക്ക് ആദ്യമായി ലഭിക്കുന്നത് ഇൻ ഹരിഹർ നഗർ എന്ന് പറയുന്ന സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത സിനിമയിലാണ്. ആ സിനിമയിലെ ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന കഥാപാത്രം അവതരിപ്പിച്ചതിന് ശേഷമാണ് എനിക്ക് പോലും ഞാനൊരു സിനിമയിൽ ജോലി ചെയ്യുന്ന ഒരാളായി, അല്ലെങ്കിൽ ഒരു മുഴുനീള ഒരു സിനിമ നടനായിക്കൊണ്ടിരിക്കുകയാണെന്നൊരു തോന്നൽ എനിക്കുണ്ടാക്കിയത് ആ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണ്. ആ സിനിമ വന്നതിന് ശേഷമാണ് എന്നെ പല സിനിമകളിലും പല കഥാപാത്രത്തിനും വേണ്ടി ആളുകൾ വിളിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പൊക്കെ എൻ്റെ സുഹൃത്തുക്കളായ പലരും, വിജി തമ്പിയെ പോലുള്ള, രഞ്ജിത്തിനെ പോലുള്ള, കമലിനെ പോലുള്ള എൻ്റെ സുഹൃത്തുക്കളെ, തമ്പി കണ്ണന്താനം, ഡെന്നിസ് ജോസഫ്, അല്ലെങ്കിൽ ജോഷി സാറൊക്കെ ആദ്യ സിനിമയിൽ എനിക്കൊരു അവസരം തന്നതാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ എനിക്കൊരു സിനിമയിൽ എന്നെ ഉൾപ്പെടുത്തുകയായിരുന്നു. അല്ലാണ്ട് ഒരു കഥാപാത്രം ചെയ്യാൻ സിദ്ദിഖ് തന്നെ വേണം എന്നൊന്നും പറഞ്ഞിട്ടായിരുന്നില്ല എന്ന്. അതുവരെ എന്നെ പലരും സിനിമയുടെ ഭാഗമാക്കാൻ അവരുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം എന്ന നിലയിൽ എന്നെ സിനിമയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. പക്ഷേ ഹരിഹർ നഗർ എന്ന് പറയുന്ന സിനിമയാണ് എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി തന്നത്. ആ സിനിമ വന്നതിന് ശേഷമാണ് ഞാനും സിനിമാ നടന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായി മാറിയത്.